വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൺ. അതെ, ഞങ്ങൾക്ക് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നല്ല നാടൻ ഫുഡ് കഴിക്കാൻ ഒരു കൊതി തോന്നി കേട്ടോ. വേറെ എങ്ങുമല്ല, നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ മൂവാറ്റുപുഴ വണ്ടിപ്പേട്ട നമ്മുടെ നാസർ ഫുഡ് കോർട്ട് മൂവാറ്റുപുഴയാണത്. അപ്പോൾ വണ്ടിപ്പേട്ടയിലാണ് ഇത് സ്പോട്ട്. അപ്പോൾ ഞങ്ങൾ ഇതിന് മുന്നേ 2-3 പ്രാവശ്യമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഫുഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ ചുമ്മാ കൊണ്ട് പറയണമല്ലോ കേട്ടോ, നമ്മൾ കഴിച്ച് തന്നെ അതിൻ്റെ ടേസ്റ്റ് അറിയണം. നല്ല നാടൻ രുചി, നല്ല സിമ്പിളായിട്ട് നമുക്കൊക്കെ പോയി കഴിക്കാം. ഫാമിലി ആയിട്ട് പോയി കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഫീലിങ്സ് ആട്ടോ ഇവിടെ. നമുക്ക് ഫാമിലി ആയിട്ട് വന്നാലും ഇരിക്കാനൊക്കെ പ്രത്യേക സെക്ഷനായിട്ടാണ്, 2 സെക്ഷനായിട്ട്. ഇവിടെ ഒരു സെക്ഷൻ, അതുപോലെ തന്നെ അപ്പുറത്തായിട്ട് ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോകുന്നു. അപ്പോൾ ഞങ്ങൾ ചിക്കൻ ഫ്രൈയും ഇടിയപ്പമാണ് പറഞ്ഞത്. ഇവിടെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ എന്തൊക്കെയാണ്, നമ്മുടെ തേങ്ങാച്ചോറും നല്ല ബീഫ് കറിയുണ്ട്, ഒപ്പം പരിപ്പ് കറിയും കച്ചമ്പറും അച്ചാറും ഉണ്ട് കേട്ടോ. പിന്നെ പൊറോട്ടയുണ്ട്, പത്തിരിയുണ്ട്, നൈസ് പത്തിരിയുണ്ട്, പിന്നെ ഇടിയപ്പമുണ്ട്, ചപ്പാത്തി, അങ്ങനെ എല്ലാം. നാസർ ഈവനിങ് ഫുഡ് കോർട്ട് മൂവാറ്റുപുഴയാണിത്. അപ്പോൾ ദേ ഞങ്ങളുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല എന്താ മണം, പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല എരിവും പാകത്തിനുള്ള ഉപ്പും നല്ല മുരിമുരാന്ന് നല്ല ചൂടനെ ഒന്ന് പിടിച്ചുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഒരു സെറ്റ് ഇടിയപ്പം എന്ന് പറയുമ്പോൾ 3 എണ്ണം വെച്ചിട്ടാണ്. നമുക്ക് സെപ്പറേറ്റ് പിന്നെ വേണമെങ്കിൽ നമുക്ക് 2ാമത് മേടിക്കാം. അപ്പോൾ എന്തായാലും ഇത് അതിനോടൊപ്പം ഒഴിക്കാൻ ഒരു ചാറ് കറിയല്ലേ അത്. അവർ തന്നെ അത് ഈ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ടല്ലോ, ആ ബാക്കി പോർഷൻ ചിക്കൻ നല്ല തിക്കായിട്ടുള്ളതേ നോക്കി എന്താ ടേസ്റ്റ് എന്നറിയാം. നല്ല ഗ്രേവിയാണ് അവിടുത്തെ, നല്ല ഗ്രേവി, നല്ല ക്രൂറാന്നിരിക്കുന്ന ഗ്രേവി ആട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ച് ചിക്കൻ ഫ്രൈയും കൂടെ വെച്ച് ഒരു പിടുത്തം പിടിച്ച 1.5 പിടുത്തം കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുവരെ ഫാമിലി ആയിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പോയില്ലെങ്കിൽ ഭയങ്കര നഷ്ടം കേട്ടോ. ഞങ്ങളൊരു പെപ്സിയും കൂടെ അതിൻ്റെ ഒപ്പം എടുത്തിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ആ അക്വേറിയം സെക്ഷൻ കണ്ടപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാൽ അവർ 2 പേർക്കും അത് കാണല ഭയങ്കര ഒരു ഇഷ്ടം. മോക്ക് അത് എന്നാ സംഭവം എന്നൊരു പിടുത്തൊന്നും കിട്ടണില്ല. അപ്പോൾ എന്നാലും ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ നല്ലൊരു നമ്മുടെ ഒരു ഡിന്നറായിരുന്നു, അടിപൊളി. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു ചേഞ്ച് അല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെ ഇവരുടെ സർവീസ് ആണെങ്കിൽ നമ്മൾ ഒത്തിരി വെയിറ്റ് ഒന്നും ചെയ്യിപ്പിക്കാണ്ട് തന്നെ നല്ല രീതിയിലുള്ള സർവീസാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വീണ്ടും വേണമെങ്കിലും അവർ സഡൻ തന്നെ ഓരോന്ന് പെട്ടെന്ന് ചോദിച്ച് അങ്ങനെ നല്ല രീതിയിലുള്ള സർവീസാണ്. ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ അതിനുള്ള ടൈമും മോളുടെ ഒരു പിണക്കമൊക്കെ കാരണം എനിക്കത് പറ്റിയില്ല. ചിക്കൻ ഫ്രൈയുടെ മണം പിന്നെയും പറ്റില്ല സഹിക്കാൻ. എന്താ ടേസ്റ്റ്, എന്താ മണമെന്നറിയാവോ, ഒരു അടിപൊളി സംഭവം തന്നെ കേട്ടോ. ബീഫ് കറി ആണെങ്കിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തേങ്ങാച്ചോറും ബീഫ് കറിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവരായിരുന്നു. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ എന്തായാലും ഇടിയപ്പമാണ് കഴിച്ചത്, കാരണം വെച്ചാൽ എനിക്ക് അത് കഴിക്കാനൊരു കൊതി തോന്നിയിട്ടാട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി നല്ലൊരു ഡിന്നർ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ എന്തായാലും പോകണം കേട്ടോ. ഇവിടെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വന്ന് വൈകിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഷോ കഴിഞ്ഞ് 1 മണി വരെയൊക്കെ ഇവിടെ ഫുഡ് എപ്പോൾ ചെന്നാൽ ആ ഒരു ടൈം വരെ എപ്പോഴും ഫുഡ് അവർക്ക് സെറ്റ് ആട്ടോ ഇവിടെ. അപ്പോൾ എന്തായാലും പോകണം, സ്ഥലം മറക്കണ്ട. നമ്മുടെ നാസർക്കാട് തട്ടുകട മൂവാറ്റുപുഴ വണ്ടിപ്പേട്ടയിലാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുന്നതിനോടൊപ്പം ഒന്ന് ലൈക്ക് ചെയ്യാനും ഒപ്പം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കണ്ട കേട്ടോ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തരണേ. അപ്പോൾ എന്തായാലും നാളെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഇതെനിക്ക് എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്ടിരിക്കാൻ തോന്നിയില്ല. കാര്യം വെച്ചാൽ ചിലപ്പോൾ മിക്കവാറും എല്ലാവരും പോയിട്ടുണ്ടാവും, എങ്കിലും ഫാമിലി ആയിട്ടൊക്കെ പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഫാമിലി ആയിട്ട് തന്നെ പോകണം കേട്ടോ. നമുക്ക് പോയിരുന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. അതിനേക്കാളേറെ അവിടുത്തെ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ്. അത് നാസർക്കാരുടെ ഒരു പ്രത്യേക കൈപുണ്യം തന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം നല്ലൊരു വീഡിയോയുമായിട്ട്. ടാറ്റാ, ബൈ ബൈ.